ഒരിക്കൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിക്കവേ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായി. അവർ എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഇദാ ഹുവ ജാഇൻ മിൻ ഖിബലി ഹിറാ ഗുഹയുടെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് കണ്ടു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എവിടെ പോയതായിരുന്നു? പെട്ടെന്ന് നിങ്ങളെ കാണാതായല്ലോ, ഞങ്ങൾ ഒരുപാട് നിങ്ങളെ അന്വേഷിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാനി ദാഇ അൽ ജിൻ, ജിന്നുകളിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഒരാൾ വന്നു. ഫദഹബ്തു മഅഹു ഫഖറഅതു അലൈഹിൽ ഖുർആൻ. ഇതിന് ലൈലത്തുൽ ജിൻ എന്നാണ് അറിയപ്പെടുന്നത്, ജിന്നുകളുടെ രാത്രി. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി ഞാൻ അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു എന്നാണ്. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫൻതലഖ ബിനാ ഫഅറാന ആസാറഹും വആസാറ നിറാനിഹിം വസഅലൂഹു സാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജിന്നുകളുടെ ചില അടയാളങ്ങളും അവർ തീ കൂട്ടിയതിന്റെ അടയാളങ്ങളും സഹാബത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ്. അവർക്കത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ എന്നോട് ഭക്ഷണം ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ലക്കും കുല്ലു അദ്മിൻ ഉദുകിറ റസ്മുല്ലാഹി അലൈഹി യഖഉ ഫീ ഐദീകും ഔ ഫറമാ യകൂനു ലഹ്മൻ വകുല്ലു ബഅറത്തിൻ അലഫുൻ ലിദവാബികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച ഏതൊരു എല്ലും നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ അതിൽ നേരത്തെ ഉള്ളതിനേക്കാൾ മാംസം അതിലുണ്ടാകും. അപ്പോൾ അവർ ആ എല്ലല്ല, ആ എല്ലിന്റെ മേൽ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാംസമാണ് അവർ കഴിക്കുന്നത്. അതേപോലെ തന്നെ കാഷ്ടങ്ങളുടെ മേൽ അത് വീണ്ടും ഭക്ഷണമായി മാറും. അത് ആർക്കുള്ളതാണ്? അലഫുൻ ലി ദവാബിക്കും, ജിന്നുകളുടെ മൃഗങ്ങളുണ്ട്, അവർക്ക് മൃഗങ്ങളുണ്ട്, ആ മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഒരു വേള നാം നേരത്തെ പറഞ്ഞ കാഷ്ടം അതിന്റെ മേൽ ഭക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞത് അത് അവരുടെ മൃഗങ്ങൾക്കുള്ളതും എല്ലുകളുടെ മേലുള്ള ഭക്ഷണം അത് ജിന്നുകൾക്കുള്ളതുമാണ്. കാരണം ഈ ഹദീസിൽ ആ നിലക്ക് തന്നെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ പ്രത്യേകം പറയുന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ട എല്ലുകളിൽ. അപ്പോൾ മുസ്ലിമീങ്ങളായ മനുഷ്യരിൽപ്പെട്ട മുസ്ലിമീങ്ങൾ അവർ അറുക്കുന്ന ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുക്കുന്ന എല്ലുകൾ, ആ എല്ലുകളുടെ മേൽ മാംസം അവർക്കുണ്ടാകും. ആ മാംസമാണ് അവർക്ക് ഭക്ഷണമായി മാറുന്നത്.